തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ജെറമിയായുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനം വളരെ ഹൃദയസ്പർശിയായ ഒരു വചനമാണ്. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ദൈവം ഒരു സങ്കടം പറയുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഒരു വചനം വായിക്കുന്നുണ്ട്. ആകാശത്തെയും ഭൂമിയെയും വിളിച്ച്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനനെയും തിരിച്ചറിയുന്നു, എന്നാൽ എൻ്റെ ജനം ഈ തിരിച്ചറിവ് ഇല്ലാതെയായി തീർന്നിരിക്കുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ ദൈവം ഒത്തിരിയേറെ ആകാശശക്തികളെയുമൊക്കെ വിളിച്ച് ജനത്തിനെതിരെ ദൈവം പരാതി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് ജെറമിയായുടെ കാലത്ത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ അധപ്പതിച്ച ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ജെറമിയ പ്രവാചകനിലൂടെയാണ് കർത്താവ് ഇത് പറയുന്നത്. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. വിദഗ്ധനായ ഒരു ഡോക്ടർ രോഗനിർണയം നടത്തുന്നത് പോലെ ഇസ്രായേൽ ജനം അവരുടെ രോഗം വളരെ കൃത്യമായി നിർണയിച്ച് ജെറമിയായിലൂടെ കർത്താവ് അവരോട് പറയുകയാണ്, ഈ 2 തിന്മകളാണ് നിങ്ങൾ ചെയ്തത് എന്ന്. ദൈവം പ്രവാചകന്മാരിലൂടെ പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം തെറ്റുകൾ തിരുത്തുക എന്നൊരു ആഹ്വാനമാണ് കർത്താവ് എപ്പോഴും നൽകുന്നത്. ദൈവത്തെ ഉപേക്ഷിച്ചു എന്നുള്ളത് ഒരു തിന്മ. അതിനേക്കാൾ കൂടുതൽ കടുപ്പമുള്ള തിന്മ അവർ പൊട്ടക്കിണർ കുഴിച്ചിട്ട് അതിന് ചുറ്റും അതേ നോക്കിയിരിക്കുകയാണ്. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളും കുഴിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ അവർ വെറുതെ ഉപേക്ഷിച്ചു, പ്രത്യേകിച്ചൊരു കാരണവുമില്ല. എന്നിട്ട് പിന്നെ അവർ ചെളിവെള്ളവും മലിനജലവും എല്ലാം കുടിക്കുകയാണ്. നമ്മളാരും ഇഷ്ടപ്പെടാത്തതാണ് ശുദ്ധമല്ലാത്ത ജലം കുടിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ ആഗ്രഹം പരമാവധി ശുദ്ധമായ വെള്ളം കുടിക്കുക, നല്ല സാധനങ്ങൾ ഭക്ഷിക്കുക. അതിനുവേണ്ടി നമ്മുടെ ആൾക്കാരൊക്കെ എപ്പോഴും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ജൈവ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കാനും അത് കറയില്ലാത്തതും വിഷമില്ലാത്തതും മാലിന്യമില്ലാത്തതുമൊക്കെ ഉപയോഗിക്കാനാണ് നമുക്കിഷ്ടം. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ സത്യദൈവത്തെ ഉപേക്ഷിച്ച് സത്യമായ ദൈവത്തെ പിന്തുടരാൻ അവർക്ക് ആഗ്രഹമില്ലാതെ പോയി. നല്ലതിനോട് അവർക്ക് താല്പര്യമില്ലാതെ പോയി. ശുദ്ധമായ ഉറവ ഉപേക്ഷിച്ച് വെറുതെ സുഖഭോഗങ്ങൾക്കും തിന്മകൾക്കും വേണ്ടി ദൈവത്തെ വിട്ട് അവർ മറ്റു വഴികൾ തേടുകയാണ്. ദൈവം നൽകുന്നതിൻ്റെ വിലയറിയാതെയാണ് അവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. എത്ര അമൂല്യമായതാണ് ദൈവം നൽകുന്നത്, എത്ര ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മനസ്സിലാക്കാതെ ഉള്ള 2 പ്രവൃത്തികളാണ്. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചും ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചുകൊണ്ടും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ. നമ്മുടെ ജീവിതത്തിലും അറിയാതെ ഇത്തരത്തിലുള്ള തിന്മകൾ വന്നു പോകാം. ചിലപ്പോൾ നമ്മൾ അറിയാതെയായിരിക്കും ഈ തരത്തിലുള്ള തിന്മകളിലേക്ക് പോകുന്നത്. പൊട്ടക്കിണറുകൾ കുഴിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കുന്നു. ഈ സ്വഭാവം നമുക്കും ചിലപ്പോൾ വരികയും നമ്മളത് പിന്തുടരുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ വിദേശങ്ങളിൽ ജോലിക്കായിട്ട് പോകാറുണ്ട്.
ഒരു ജോലി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ജോലി തേടി പോകുമ്പോൾ അവിടെ എൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു സൗകര്യമുണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ജോലിക്കും പണം സമ്പാദിക്കുന്നതിനും അതിനേത് മാർഗവും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളും ഉള്ളവനായി നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ തക്കവിധം എന്തെങ്കിലും നിൻ്റെ കണ്ണിലുണ്ടെങ്കിൽ, നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ, നിൻ്റെ കൈ അതിന് കാരണമാകുകയാണെങ്കിൽ, നിൻ്റെ കാല് അതിന് കാരണമാകുകയാണെങ്കിൽ അത് വെട്ടിയെറിഞ്ഞ് ദൂരെ കളയുക. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിത്യരക്ഷയാണ്, നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വമാണ് എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മളിങ്ങനെ ജോലിക്കൊക്കെ നമ്മുടെ പിള്ളേരൊക്കെ പുറത്തു പോകുമ്പോൾ അവിടെ പള്ളിയിൽ പോകാനും കുദാശകൾ സ്വീകരിക്കാനും സൗകര്യമുള്ള സ്ഥലമാണോ, അല്ലെങ്കിൽ എൻ്റെ ഞായറാഴ്ച കുർബാന മുടങ്ങാത്ത ജോലിയാണോ ഞാൻ ഏറ്റെടുക്കുന്നത്? അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ആദ്യം നമ്മൾ ബാക്കി സൗകര്യങ്ങളെല്ലാം അന്വേഷിക്കും. അതിനുശേഷമാണ് പള്ളിയെക്കുറിച്ചും വിശുദ്ധ കുർബാനയെക്കുറിച്ചും കൂദാശകളെക്കുറിച്ചും ഭൂരിപക്ഷവും ചിന്തിക്കുക. സ്നേഹമുള്ളവരെ, ഇത് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ ഉപേക്ഷിക്കുന്നു. അതുമാത്രമല്ല, പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്യുന്നു. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളാണ് എന്ന് ദൈവം നമ്മെ വളരെ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ജോലിയും പണവും സൗകര്യങ്ങളും മാത്രം നോക്കി ദൈവത്തെയും സഭാജീവിതത്തെയും കൂദാശകളുടെ ജീവിതത്തെയും അവഗണിക്കുന്നത് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ്. പണമുണ്ടാവാം, ജോലിയുണ്ടാകാം, ജീവിത സൗകര്യങ്ങളുണ്ടാകാം, എല്ലാം ഉണ്ടാകാം. പക്ഷേ ആത്മാവ് നഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് വലിയ അർത്ഥമുണ്ടാകാൻ പോകുന്നില്ല. ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ച് എന്ന് മാത്രമല്ല, പൊട്ടക്കിണറും കുഴിച്ച് ആ പൊട്ടക്കിണറിൻ്റെ ചുറ്റുപാടുമായിട്ട് നമ്മൾ ജീവിക്കുകയാണ്. ഒരഹങ്കാരത്തിൻ്റെ സ്വരമാണ് നമ്മളിവിടെ കാണുക. ദൈവത്തെ ഉപേക്ഷിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചു. അപ്പോൾ വന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് ദൈവത്തെ കൂടാതെ വേറെ കിണർ കുഴിക്കട്ടെ, ദൈവത്തെ കൂടാതെ ജീവിക്കാൻ ഒന്ന് നോക്കട്ടെ എന്ന ഒരു ശൈലി കൊണ്ടാണ് പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത്. പിന്നെ പൊട്ടക്കിണറിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നമ്മുടെ ജീവിതം മുഴുവനും. അവിടെ സമയം ചെലവഴിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ഒരിക്കലും ആ പൊട്ടക്കിണറുകളിൽ വെള്ളം സംഭരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ മുടക്കുന്ന പണവും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമയവും അതിൻ്റെ ചുറ്റുവട്ടത്തായിരിക്കുന്നതും നമുക്ക് ജീവിതത്തിൽ തീരാ നഷ്ടങ്ങൾ തന്നെ ആയിരിക്കും. ജെറമ്യായുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിൻ്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിൻ്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിൻ്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. നിൻ്റെ കർത്താവായ ദൈവത്തെ നീ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമായിരിക്കും എന്ന് നീ അനുഭവിച്ചറിയും. ഈ അനുഭവങ്ങളെല്ലാം വളരെ സാവകാശമേ നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ചിലപ്പോൾ ഈ അനുഭവങ്ങളിലേക്ക് വന്ന് തിരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഈ കയ്പിൻ്റെ അനുഭവം നിന്നെ വിട്ടുപിരിയാത്ത ഒരു അനുഭവമായിട്ട് ജീവിതകാലം മുഴുവനും നിന്നെ പിന്തുടർന്നു എന്ന് വരും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രായമായ ഏതാണ്ട് നല്ല വാർദ്ധക്യത്തിലെത്തിയ
ഒരു പിതാവ്, ഒരു കുടുംബനാഥൻ അദ്ദേഹം എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് ഉരാക്കുടുക്കുകൾ കിടപ്പുണ്ട് എന്ന്. ഒന്നാം പ്രമാണം ഒത്തിരിയേറെ തവണ അദ്ദേഹം ലംഘിച്ചിട്ടുണ്ട്. താൽക്കാലിക ലാഭത്തിനും മറ്റുമായി വെട്ടിപ്പിടിച്ച ഒത്തിരിയേറെ കൃഷിഭൂമികളും സമ്പത്തും ബിസിനസ്സുകളും അർഹിക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ, അർഹിക്കാത്തതും മറ്റുള്ളവരെ കബളിപ്പിച്ചെടുത്തതുമായ അങ്ങനെ സ്വന്തമാക്കിയ ഒരുപാട് വസ്തുവകകളും ബിസിനസ്സുകളും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ വാർദ്ധക്യമായപ്പോൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. മക്കളാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചതാണ് മക്കളെ എന്ന് വാർദ്ധക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കുറേ തിരിച്ചു കൊടുക്കണമെന്നും പരിഹാരം ചെയ്യണമെന്നും സക്കേവൂസ് ചെയ്തതുപോലെ ഇരട്ടിയായിട്ട് കൊടുക്കണമെന്നുമെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് കൈവശം വച്ചിരിക്കുന്ന ഓരോ മക്കളും ഒരല്പം പോലും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ തീരുമാനത്തോടോ ആഗ്രഹത്തോടോ ചേരാൻ അവരാരും ആഗ്രഹിക്കുന്നില്ല. മക്കളാരും അല്പം പോലും കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. പള്ളിയിൽ പോകാതെയും കുമ്പസാരിക്കാതെയും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാതെയും ജീവിതത്തിൻ്റെ നല്ലൊരു പങ്കും അദ്ദേഹം നഷ്ടപ്പെടുത്തി. ഇങ്ങനെ അസ്വസ്ഥനായ മനുഷ്യനാണ് എന്നെ ഒന്ന് കാണണമെന്നാവശ്യപ്പെട്ടത്. ഞാൻ ഓർക്കുകയായിരുന്നു, നിൻ്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചത് എത്രയോ ദോഷകരമായി, എത്ര കയ്പ് നിറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇനി അദ്ദേഹത്തിന് ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിവില്ലാത്തതായി തീർന്നു. ദൈവം എല്ലാ മനുഷ്യരെയും വളരെ വിലപ്പെട്ട മനുഷ്യരായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കാൻ മാത്രമാണ് ദൈവത്തിനുള്ള പദ്ധതി. പക്ഷേ ഈ അനുഗ്രഹം ഏറ്റുവാങ്ങാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ ദോഷകരമായി, എത്ര കയ്പ് നിറഞ്ഞതായി നമ്മുടെ ജീവിതം അവശേഷിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൈനീട്ടി വാങ്ങാൻ തക്കവിധം യോഗ്യതയുള്ള കരങ്ങളും ഹൃദയവുമായിട്ട് എപ്പോഴും നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ജെറമിയ 1:7 പറയുന്നു, ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കാനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിച്ചു. ഇവിടെ നമ്മൾ ദുഃഖകരമായ വാക്കാണ് കേൾക്കുന്നത്. ദൈവം വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളെ സമൃദ്ധി നിറഞ്ഞ ഒരു ദേശത്തേക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നു. അവിടുത്തെ ഫലങ്ങളും വിഭവങ്ങളും നിങ്ങൾ ആസ്വദിക്കുന്നതിനായിരുന്നു അത്. എന്നാൽ അവിടെ എത്തിയ ശേഷം എൻ്റെ ദേശം നിങ്ങൾ ദുഷിപ്പിക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ള ഒരു പിതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നത് പോലെ നിങ്ങൾ ഇതെല്ലാം സമൃദ്ധമായിട്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ആണ് നിങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞ് ആ ദേശം നിങ്ങൾ ദുഷിപ്പിച്ച് കളഞ്ഞു. ഇങ്ങനെയാണ് എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചത്. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചും ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അവരാ ജീവിതത്തിൽ തുടരുകയാണ്. എന്ന് ആ തെറ്റ് തിരുത്താൻ അവർക്ക് സാധിക്കും ഇസ്രായേൽ മക്കൾക്ക്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ജീവജലത്തിൻ്റെ അരുവി വിട്ടുള്ള യാത്ര നമ്മെ ഒത്തിരിയേറെ ദുഃഖിപ്പിക്കുകയും ക്ലേശിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ദാഹം ഒരിക്കലും തീർക്കാനാവാത്തതായിട്ട് വരും. അതുമാത്രമല്ല, വീണ്ടും നമ്മൾ തിന്മകൾ വർദ്ധിപ്പിക്കുന്നതിന് തുല്യമാണ് പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത്. ഈ ദൈവത്തെ വിട്ടുപേക്ഷിച്ചിട്ടുള്ള ഒരു യാത്ര, വീണ്ടും വീണ്ടും ദൈവത്തെ വേദനിപ്പിച്ചിട്ടുള്ള യാത്ര, അതാണ് പൊട്ടക്കിണറുകൾ കുഴിക്കുന്നത്. ഒരു വലിയ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനും അവിടുത്തെ വചനങ്ങളെ ഇഷ്ടപ്പെടാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ബാബേൽ ഗോപുരത്തിൻ്റെ കഥ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവിടെ 11-ാമത്തെ അധ്യായത്തിൽ നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്നൊരു ഗോപുരവും തീർത്ത് നമ്മുടെ പ്രശസ്തി നിലനിർത്താം എന്നാണ് അവരാലോചിക്കുന്നത്.
അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയാണ് ഇത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം. നമുക്ക് ഒരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് നമ്മുടെ പ്രശസ്തി നിലനിർത്താം. ഒരു വലിയ അഹങ്കാരത്തിൻ്റെ സ്വരം നമ്മളിവിടെ കേൾക്കുകയാണ്. ഇത്തരത്തിൽ നമ്മളും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ സംസാരങ്ങൾ വരുമ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മുടെ സംസാരങ്ങൾ വരുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുവരെ ദൈവമാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നേരിട്ട് ഇടപെടുകയും ദൈവം നേരിട്ട് സംസാരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന ഒരനുഭവം നമ്മൾ കാണുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ ജീവിതത്തിലും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ ജീവിതത്തിൽ ദൈവം നേരിട്ട് സംസാരിച്ച് അവരെ വഴി നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഇസ്രായേൽ ജനം പാപം ചെയ്യുന്ന വിധത്തിൽ, അഹങ്കരിക്കുന്ന വിധത്തിൽ, ദൈവത്തെ ഉപേക്ഷിക്കുന്ന വിധത്തിൽ ആകാശം മുട്ടുന്ന ഒരു ഗോപുരം നമുക്ക് പണിയാം, ഒരു വലിയ പട്ടണവും നമുക്ക് പണിയാം. അങ്ങനെ നമ്മുടെ പ്രശസ്തി നിലനിർത്താമെന്ന് അവർ പറയുന്നത്. ദൈവം വേണ്ട, നമുക്ക് തന്നെ ഇതൊക്കെ ഒന്ന് ശ്രമിക്കാം, ഇതൊക്കെ പണിയാനായിട്ട് നമുക്ക് തന്നെ ഒന്ന് പരിശ്രമിക്കാം എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുള്ളത്. ഗോപുരം വേണമെങ്കിൽ ദൈവം അവരെ കൊണ്ട് പണിയിക്കുമായിരുന്നു. നമ്മൾ കാണുന്നുണ്ട്, നോഹയുടെ കാലത്ത് ജലപ്രളയം വന്നപ്പോൾ ദൈവമാണ് നോഹയോട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. നീ പെട്ടകം പണിയണം, അതിങ്ങനെയായിരിക്കണം, അതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ദൈവം നോഹയോട് പറയുന്നത് പെട്ടകം നിർമ്മിക്കുക, അതിനകത്ത് നീ രക്ഷപ്പെടുക. അപ്പം ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം തന്നെ പറഞ്ഞ് ഗോപുരം പണിയിക്കുമായിരുന്നു. പക്ഷേ ദൈവത്തെ കൂടാതെ, ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിക്കുന്നത് പോലെ, പൊട്ടക്കിണർ കുഴിക്കുന്നത് പോലെ അവർ പാപം ചെയ്തു. ഇത് വലിയൊരു അഹങ്കാരത്തിൻ്റെ കഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ അഹങ്കാരം ചെന്നെത്തുന്നത് എപ്പോഴും തിന്മയിലും അന്ധകാരത്തിൻ്റെ വലിയ പിടുത്തത്തിലും സർവനാശത്തിലുമായിരിക്കും എന്ന് നമുക്ക് ഓർമ്മിക്കാം. അന്ധകാരത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ, അഹങ്കാരത്തിലേക്ക് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഇത് ദൈവത്തിന് പ്രീതികരമായിരിക്കുമോ എന്ന് നമ്മൾ ഓരോ വാക്കിനും ഓരോ സ്റ്റെപ്പിനും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പൊട്ടക്കിണറുകൾ തീർക്കുന്നവരായി ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു ജനമായിട്ട് നമ്മൾ തീരും. നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. 28-ാമത്തെ അധ്യായം മുഴുവനും അനുഗ്രഹത്തിൻ്റെ കഥകളാണ് അവിടെ നമ്മൾ കാണുന്നത്. ബാബേൽ ഗോപുരം നിർമ്മിച്ച ജനം തങ്ങളുടെ തന്നെ വലിയൊരു നാശമാണ് വരുത്തി വെച്ചത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അഹങ്കാരത്തിൻ്റെ സ്വരങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ ഓർമ്മിക്കണം, നമ്മൾ ജീവജലത്തിൻ്റെ അരുവിയായ ദൈവത്തെ നമ്മൾ വിട്ടുപേക്ഷിക്കുകയാണ് എന്ന്. നമ്മുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ നഷ്ടങ്ങളൊക്കെ നമുക്ക് വരും. ഞാൻ പറഞ്ഞ അനുഭവത്തിൽ ആ പ്രായമായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന് പലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ദൈവം അദ്ദേഹത്തോട് കരുണ കാണിക്കുക എന്നുള്ളതല്ലാതെ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇല്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്രായേൽ ജനത്തിന് എന്തു സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പോരായ്മകൾ വന്നു, അതിൽ നിന്നൊക്കെ പാഠം കൊണ്ട് റോമാക്കാർക്കുള്ള ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നുണ്ട്, അവർക്കൊരു താക്കീതായിട്ട് ഇതൊക്കെ സംഭവിച്ചു. അവരുടെ എല്ലാ പ്രവൃത്തികൾക്കും വലിയൊരു താക്കീത് ദൈവം നൽകുകയായിരുന്നു. പക്ഷേ നമുക്ക് ഒരു പാഠമാകേണ്ടതിന് ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, ദൈവജനത്തെ ഏറ്റവും വിശുദ്ധിയിലൂടെ നയിക്കുക എന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ബോധപൂർവം നമ്മൾ ഒഴിവാക്കുകയാണ് ദൈവത്തെ. ഞാൻ ഓർക്കുന്നു, പണ്ടൊരിക്കൽ ഒരു സഹോദരൻ പള്ളിയിലോ വരികയോ കുദാശകൾ സ്വീകരിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ ഞായറാഴ്ച രാവിലെ എല്ലാവരും പള്ളിയിൽ വരുമ്പോൾ അദ്ദേഹം മറ്റു പല തൊഴിലുകൾക്കുമായിട്ട് പോകുന്നത് എല്ലാവരും കാണാറുണ്ട്. അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് വാർദ്ധക്യസഹജമായ രോഗത്താൽ അദ്ദേഹം അവശനായി കിടന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഒന്ന് കുമ്പസാരിക്കണമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. രോഗീലേപനം തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴും അദ്ദേഹം അതും വീണ്ടും നിഷേധിച്ചു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നില കുറച്ചുകൂടി വഷളായിരുന്നു. അപ്പം ഞാൻ ചെന്ന് വീണ്ടും ചോദിച്ചു,
കുമ്പസാരിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ രോഗിലേപനം തരട്ടെ എന്ന് ചോദിച്ചപ്പം അതും അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. 2 പ്രാവശ്യവും അദ്ദേഹം അത് നിഷേധിച്ചു കളഞ്ഞു. എന്നാൽ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് മരണത്തിൻ്റെ വക്കിലെത്തി അദ്ദേഹത്തിൻ്റെ സംസാരശേഷിയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് വീണ്ടും ചെവിയിൽ ചോദിച്ചു, ഒന്ന് കുമ്പസാരിക്കണമോ എന്ന് ചോദിച്ചു. കുമ്പസാരിക്കില്ല എന്നെനിക്കറിയാം, കുമ്പസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ എത്തിച്ചേർന്നായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, എന്നാൽ ഞാനൊരു രോഗിലേപനം തരട്ടെ എന്ന് ചോദിച്ചു. അദ്ദേഹം തലയാട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. അത്രത്തോളം ക്രൂരമായി ദൈവത്തെ ഉപേക്ഷിച്ച ഒരു മനുഷ്യൻ്റെ കഥ 2-3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹം എവിടെയായിരിക്കും എത്തിയിരുന്നത് എന്ന് എന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തി. എൻ്റെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു ആത്മാവാകുമോ എന്ന് പലപ്പോഴും ഞാൻ വേദനിക്കുകയും ദുഃഖിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിലുള്ള ജീവിതങ്ങൾ ബോധപൂർവം ദൈവത്തെ നിഷേധിക്കുന്നത്, ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിക്കുന്നതും പൊട്ടക്കിണർ കുഴിക്കുന്നതിനും തുല്യമായ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിട്ടുകൊടുക്കുകയല്ലാതെ ഇത്തരത്തിലുള്ള ജീവിതത്തിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് യാതൊന്നും ചെയ്യാനില്ല എന്നെനിക്ക് മനസ്സിലായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകം 28-ാമത്തെ അധ്യായം 2 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവം എത്രയോ സ്നേഹത്തോടെയാണ് നമ്മളെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അവിടുന്ന് പറയുന്നു, അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും എന്ന് 28-ാമത്തെ അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും തരികയാണെന്നാണ് കർത്താവ് പറയുന്നത്. അവിടുത്തെ വചനം നീ ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. എന്തൊക്കെയാണ്? നഗരത്തിൽ വയലിൽ നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ കൃഷിഭൂമി സമൃദ്ധമായിട്ട് വിളവ് നിനക്ക് നൽകും. നീ പട്ടണത്തിൽ ചെന്നാൽ അവിടെയും നിനക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും. നീ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. ദൈവം ഇസ്രായേൽ ജനത്തിന് അനുഗ്രഹിച്ച് നൽകിയ 2 പ്രധാനപ്പെട്ട തൊഴിലാണ് കൃഷിയും കന്നുകാലി വളർത്തലും. ഈ 2 മേഖലകളിലും നീ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തും. അതുമാത്രമല്ല, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കും. അതായത് നിൻ്റെ അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകും, നിൻ്റെ ഭക്ഷണ സമൃദ്ധിയായിരിക്കും, നിൻ്റെ ജീവിത സമൃദ്ധിയായിരിക്കും, നിൻ്റെ മക്കൾ നിനക്ക് അനുഗ്രഹമായിരിക്കും, നിൻ്റെ കൃഷിയിടങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ കന്നുകാലി സമ്പത്ത് അനുഗ്രഹിക്കപ്പെടും, നിൻ്റെ വിളവുകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഒരൊറ്റ കാര്യം, അവിടുത്തെ വചനം നീ ശ്രവിച്ചാൽ. അവിടുത്തെ വചനം നീ ശ്രവിച്ച് അവിടുത്തെ വചനം നീ അനുസരിച്ചാൽ ഇതെല്ലാം നിനക്ക് അനുഗ്രഹമായി തീരും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ പിശകുകൾ പറ്റിയത് എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പരിശ്രമിക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ താളപ്പിഴകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കുറവുകളൊക്കെ അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതൊക്കെ കുറവുകളാണ് എന്ന് മനസ്സിലാക്കാനും എന്താണ് പോരായ്മകൾ എന്ന് മനസ്സിലാക്കാനും സാധിച്ചാൽ തിരുത്താൻ വളരെ എളുപ്പമായിരിക്കും. സ്നേഹപൂർവ്വം നമ്മുടെ ദൈവം നമ്മോട് പറഞ്ഞു തരും. അവിടുത്തോട് ചോദിച്ചാൽ, കർത്താവെ, ഇനിയും എൻ്റെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്? ആ ചെറുപ്പക്കാരൻ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഇനിയും എനിക്ക് എന്താണ് ഒരു കുറവ് എന്ന്. ആ ഒരു ചോദ്യം അവൻ ചോദിച്ചപ്പോൾ കർത്താവ് അവനോട് വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, അതിനുശേഷം വന്ന് എന്നെ അനുഗമിക്കുക. ഇതുപോലെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇനിയും എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിശ്ചയമായും അവിടുന്ന് നമുക്ക് മറുപടി തരും. എന്താണ് കുറവ്? ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചാണോ?
അതോ പൊട്ടക്കിണറുകൾ കുഴിച്ച് അതിൻ്റെ ചുറ്റുപാടുമായിട്ട് ഞാൻ ജീവിച്ചിരിക്കുകയാണോ? ഈ ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് തിരിച്ചു ചെല്ലാതെ ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ പൊട്ടക്കിണറിൻ്റെ മുമ്പിൽ, പൊട്ടക്കിണറിൻ്റെ ചുറ്റുപാടുമായിട്ട് അതിൻ്റെ പരിസരത്തിൽ എൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് കർത്താവ് വ്യക്തമായിട്ട് നമ്മോട് പറയും. ഈ ഒരു വലിയ കൃപ തമ്പുരാൻ തന്നെ നമുക്ക് തരട്ടെ. തിരിച്ചു വരാനും പൊട്ടക്കിണറിൻ്റെ ചുറ്റുവട്ടത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ജീവജലത്തിൻ്റെ ഉറവയിലേക്ക് തിരികെ പോകാനുമുള്ള അനുഗ്രഹം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, എത്ര മനോഹരമായിട്ടാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവജലത്തിൻ്റെ ഉറവുകൾ സ്ഥാപിച്ച് ചുറ്റുവട്ടത്തിൽ അങ്ങ് ഞങ്ങളെ നിർത്തുവാനായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ മാത്രമാണല്ലോ അങ്ങയുടെ ആഗ്രഹം. ആ ജീവജലത്തിൻ്റെ ഉറവയെ ഒരിക്കലും ഉപേക്ഷിക്കാതെ അതിനെ ചുറ്റിപ്പറ്റി ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.